നമ്മളിവിടെ ഇരിക്കും. ഞങ്ങള് തഹസിൽദാർ ഇപ്പോൾ ഇവിടെ എത്തിയിട്ടുണ്ട്. ഞങ്ങൾ പറഞ്ഞത് 9, 10, 11, 12 3 വാർഡിലുള്ള ആളുകൾക്കും ദിനപത്ത കൊടുക്കണം. അത് കൊടുക്കാത്തത് കൊണ്ടാണ് ഈ സാധുക്കൾ ഇന്നടക്കം പണിക്ക് പോകേണ്ടി വന്നത്. ഒരു മുന്നറിയിപ്പും ഇത്ര കനത്ത മഴ ഉണ്ടായിട്ട് ഒരു മുന്നറിയിപ്പും കൊടുത്തിട്ടില്ല. ആളുകളെ കൊല്ലാൻ വേണ്ടിയിട്ട് അങ്ങോട്ട് അപ്പുറത്തേക്ക് കടത്തിവിട്ട രീതിയിലാണ് സർക്കാരിന്റെ ഭാഗത്തുനിന്നും ജില്ലാ ഭരണകൂടത്തിന്റെ ഭാഗത്തുനിന്നും. ഇത്ര കനത്ത മഴ പെയ്തിട്ടും ഒരു റെഡ് അലർട്ട് പോലും പ്രഖ്യാപിക്കാൻ ഭരണകൂടം തയ്യാറായിട്ടില്ല. അതുകൊണ്ട് ഞങ്ങൾക്ക് പറയാനുള്ളത് 9,000 രൂപ നിഷേധിച്ച മുഴുവൻ ആളുകൾക്കും കിട്ടണം. അത് തുടർച്ചയായിട്ട് ഞങ്ങൾക്ക് കിട്ടണം. അതുവരെ തഹസിൽദാർ ഇവിടെ ഉണ്ടാവും. ഞങ്ങൾ ഇവിടെ കുത്തിയിരിക്കും. വില്ലേജ് ഓഫീസറുടെ പ്രതിഷേധം ഇത് തന്നെയാണ്. തീർച്ചയായും ഞങ്ങൾ വില്ലേജ് ഓഫീസറുടെ തെറ്റായ റിപ്പോർട്ടിന്റെ ഫലമാണ് ഇവിടുത്തെ ആളുകൾക്ക് ഇത് നിഷേധിച്ചത്. വില്ലേജ് ഓഫീസറാണ് അതിന് കാരണക്കാരൻ. അതുകൊണ്ട് തന്നെ ഇത് തീരുന്നത് വരെ, അത് പ്രഖ്യാപിക്കുന്നത് വരെ ഞങ്ങൾ ഇവിടെ ഉണ്ടാവും. ഞങ്ങൾ ആരും ഔദാര്യമല്ല ചോദിച്ചത്, പകരം ഞങ്ങൾ അവകാശമാണ് ചോദിച്ചത്. അത് കിട്ടുന്നത് വരെ ഞങ്ങൾ ഇവിടെ തന്നെ ഉണ്ടാവും. അധികാരികൾ ആരാന്ന് വെച്ചാൽ അതിന് മുൻകൈ എടുത്ത് ഇതിനൊരു തീരുമാനമാക്കി കൊടുക്കുക. ഈ പാവങ്ങൾ എത്രയെന്ന് പറഞ്ഞാണ് ഇങ്ങനെ ദുരിതം അനുഭവിക്കുന്നത്? ഇങ്ങനെയുള്ള ദുരിതത്തിനൊക്കെ ഒരു അവസാനം ഉണ്ടാക്കി കൊടുക്കുക.